ബെയറിങ് പോയാലും നന്നായി ഉഴച്ചിൽ അറിയുമല്ലോ. പക്ഷെ ഇത് അത്ര അങ്ങോട്ട് ഉഴച്ചിൽ അറിയണില്ല. ചില നേരത്താണ് നന്നായി ഉഴച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ലഡാക്കിലെത്തിയിട്ട് നോക്കാം. എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ നടക്കണ കേസല്ല. കാരണം നമ്മൾ റിട്ടേണും 4000 കിലോമീറ്റർ അല്ല 3000 സംതിങ് കിലോമീറ്റർ റിട്ടേണും നമ്മൾ ഓടിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് സർവീസ് ചെയ്ത് ചെയിൻ പോക്കറ്റൊക്കെ ഒന്ന് മാറ്റി നോക്കി നമ്മൾ ലഡാക്കിൽ നിന്ന് വരണുള്ളൂ എന്തായാലും. അപ്പോൾ കുണ്ടും കുഴിയൊക്കെ മാറി ഇപ്പോൾ ഫുള്ള് പൊടിയായി ഗൈസ്. ഫുള്ള് പൊടിയിലിങ്ങനെ കിടന്ന് ഹാർമാദിക്കാണ് ഞാനിപ്പോൾ പൊടിയിലിങ്ങനെ കിടന്നത്. കാരണം അവിടെ 2 JCB പഴയ കണ്ടില്ലേ, കണ്ണാടി കൂടെ കണ്ടില്ലേ, അതാണ് അവസ്ഥ. ഇത് കണ്ടോ നമ്മുടെ വണ്ടി പോകുമ്പോഴുള്ള പൊടിയെടുത്ത്. പാക കഴിഞ്ഞിട്ട് ഒരു ഹെയർ പിന്നും ബെൻഡും കാര്യങ്ങളും, അതായത് ഒരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇങ്ങനത്തെ റോഡാട്ടോ. ഈ റോഡ് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല, എപ്പോഴാണ് എൻ്റെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. T-Top 42. പക്ഷെ എൻ്റെ മോനെ, എന്ത് ഭംഗിയാണ് നോക്കി മോനെ. ഈ മേഘങ്ങളിലുള്ള മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കി ഐസാണ്. വാവ്, ഓസം അല്ലേ. നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ. വരുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വന്നോ. റോഡ് കുറച്ച് ഡേഞ്ചർ റോഡാണ്, നമ്മൾ മലമുകളിലാണ്. അപ്പോൾ നല്ല രീതിക്ക് പെട്ടെന്ന് കാറ്റ് വന്ന, അതായത് ഈ സൈഡൊന്നും കെട്ടാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി എന്ന് കണ്ടാണല്ലോ. പിന്നെ നിലത്ത് നോക്കിയാൽ മതി. ഇതേപോലെ ഈ എന്താ പറയുക, സേഫ്റ്റിക്ക് ഇത് കെട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നന്നായി കാറ്റ് വീശണമുണ്ട്. അപ്പോൾ ഞാനെച്ചാൽ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് വണ്ടി ഓടിച്ച് വന്നിരുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ വളരെ സ്ലോയിൽ നോക്കിയും കണ്ടിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്നൊരു കാറ്റ് വന്നു, കാരണം തന്നെ നമ്മുടെ CBR ആകുമ്പോൾ പെട്ടെന്ന് കാറ്റ് പിടിക്കണമുണ്ട്, അത് വേറെ കാര്യം. പെട്ടെന്ന് ഒറ്റ പുക പോവും. അപ്പോൾ എന്താ സീൻ വെച്ചാൽ നമ്മുടെ പെട്രോൾ കഴിയാറായി. അപ്പോൾ എന്തായാലും നമുക്ക് പെട്രോൾ ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാനൊക്കെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും നല്ലൊരു വെയിലുള്ള സ്ഥലത്ത് നിർത്തിയതാണ്. വെയിലില്ലാത്തടത്ത് നല്ല തണവാണ് മക്കളെ, ഒരു രക്ഷയില്ല. കയ്യൊക്കെ കണ്ടില്ലേ, ഇതാണ് കയ്യിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ, ഡ്രൈ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പെട്രോൾ ഒഴിക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പെട്രോൾ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്രോൾ ഒഴിക്കാം. നമ്മളൊരു 400 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയുണ്ട്. മണാലിയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടാ. ഈ സൈഡിലുണ്ട് 2 ക്യാനുണ്ടല്ലോ. ഇതൊന്നും കിട്ടാത്ത കയ്യൊക്കെ മരവിച്ചിട്ടാണ്, കിട്ടണില്ല പെട്രോളിൻ്റെത്. ഇനി ലേല് പോയിട്ട് അടിച്ചാൽ മതി. ഉണ്ടോ ഫുള്ളായി. എനിക്കറിയാത് കറക്റ്റ് എൻ്റെ വണ്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ
ഒരു 800 രൂപയ്ക്കൊക്കെ അടിച്ചാൽ ഫുള്ളാവും. മുന്നൊക്കെ ഒരു 700 രൂപയ്ക്ക് അടിച്ചാൽ ഫുള്ളായിരുന്നു. ഇപ്പോൾ 800 രൂപയ്ക്ക് അടിച്ചാൽ ചിലയിടത്തുനിന്ന് ഫുള്ളാവാറുണ്ട്, ചിലയിടത്തുനിന്ന് കള്ളത്തരം കാണിക്കുന്നിടത്തൊന്നും ഫുള്ളാവാറില്ല. കാരണം നമ്മുടെ സൂര്യൻ പോയി, വെയിൽ പോയി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി തണവ് ഇങ്ങനെ വന്ന് ഇനി തണവ് ഇങ്ങനെ വന്നു തുടങ്ങും.